ഇതിൻ്റെ വലുപ്പമുള്ള തൈകളും ഏകദേശം നമുക്ക് നല്ല ബുഷായിട്ടുള്ള കാ പിടിച്ച് നിൽക്കുന്ന തൈകളും നമുക്ക് അവൈലബിളാണ്. ഇതിന് കായ വരിക നമുക്ക് ഏകദേശം ഒരു നോർമൽ സൈസ് മുസംബിയുടെ വലുപ്പം ഈ കായകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ല മധുരമുള്ള വെറൈറ്റിയാണ്. നമുക്കൊരു ഓർണമെൻ്റ് പർപ്പസിന് നിർത്താം. നല്ല പോലെ കായ്ക്കുന്നതുമാണ്. കായ്ക്ക് നല്ല സ്വാദുള്ള വെറൈറ്റിയാണ്. ഈ സൈസൊക്കെ നമുക്ക് റേറ്റ് വരുമ്പോൾ ഏകദേശം ഒരു 600 രൂപയാണ്. വലുപ്പം നോക്കാൻ നമുക്ക് ഈ ഒരു സൈസൊക്കെ വരും. ഇതിൻ്റെ ചെറുതൈകൾ വരുന്നത് 175 രൂപ. ബ്രസീലിയൻ മൾബറിയുടെ തൈകളാണ്. ബ്രസീലിയൻ മൾബറി നമുക്ക് മറ്റേ നമ്മുടെ പെപ്പറൊക്കെ പോലെ നീളമുള്ള ടൈപ്പ്. ഇത് നമ്മളതിൻ്റെ റൂട്ട് സ്റ്റോക്ക് മുളച്ചിരിക്കുന്നതാണ്. ഇതാണ് സാധാ മൾബറി. ഈ മൾബറിയുടെ തൈകളിലാണ് നമ്മൾ നമ്മുടെ ബ്രസീലിയൻ മൾബറി ഗ്രാഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബഡ് ചെയ്യുക. ഇതാണ് ബ്രസീലിയൻ മൾബറിയുടെ തൈകൾ, അതിൻ്റെ കായകൾ വരുന്നത്. ഇതിനേക്കാളും ലെങ്ത്ത് വരും. നമുക്ക് റെഡ് കളറാണ്. ഏകദേശം നമ്മുടെ പെപ്പറൊക്കെ പോലെ തന്നെ നീളമുള്ള ടൈപ്പാണ്. ഒരു 6 ഇഞ്ച് വരെയൊക്കെ സൈസ് നീളം വരും. ഇതിൻ്റെയൊക്കെ റീറ്റെയിൽ റേറ്റ് വരെ നമുക്ക് ഏകദേശം 350 രൂപയാണ്. ഇതിൻ്റെ വലുപ്പമുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്ന സെക്ഷൻ നമുക്ക് വലുപ്പമുള്ള തൈകളുടെ സെക്ഷനാണ്. ഏകദേശം ഒരു 600, 700, 500 അങ്ങനെ റേഞ്ച് വരുന്ന ടൈപ്പ് തൈകളാണ്. വെരിഗേറ്റഡ് മുസംബിയാണ്. നമ്മൾ കാച്ച തൈകളും കുറച്ചൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. റേറ്റ് വരെ 600 രൂപയാണ്. വെരിഗേറ്റഡ് മുസംബി, വെരിഗേറ്റഡ് മാൾട്ട എന്നൊക്കെ പറയും. നല്ല സ്വാദുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള തൈകളാണ്. നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ J33 എന്ന് പറഞ്ഞ പ്ലാവിൻ്റെ വെറൈറ്റിയാണ്. J33 നമുക്ക് ഏകദേശം ഒരു 4 അടി 4.5 അടിക്ക് വലുപ്പമുള്ള J33 തൈകളാണ് ഈ കാണുന്നത് മൊത്തം. നമുക്കിത് റേറ്റ് വരിക ഏകദേശം ഒരു 500 രൂപയ്ക്കാണ്. ഇതിൻ്റെ വലുപ്പമുള്ള തൈകൾ 600-ൻ്റെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഈ കാണുന്നത് നമുക്ക് 500 രൂപ റേറ്റ് വരുന്നതാണ്. J33 നമുക്ക് അത്യാവശ്യം നല്ല സ്വാദുള്ളൊരു വരിക്കച്ചക്ക, നല്ല മധുരമുള്ളൊരു വരിക്കച്ചക്കയാണ്. അത് കാക്കാനായിട്ട് നമുക്ക് 2-2.5 കൊല്ലത്തോളം പിടിക്കും. റേറ്റ് വരിക ഇത് 500. ഇതിൻ്റെ തന്നെ 600 രൂപയുടെ തൈകൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അടുത്ത് നമ്മൾ കാണുന്ന ഈ ഒരു ലൈൻ മൊത്തം നമുക്ക് ബാലി ചാമ്പയാണ്. അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള തൈകളാണ്. ഇത് ഫ്ലവറിങ് തുടങ്ങിയിട്ടുണ്ട്. ബാലി ചാമ്പയ്ക്ക് നമുക്ക് പെട്ടെന്ന് കായ പിടിക്കുന്ന വെറൈറ്റികളാണ്. ചാമ്പകൾ നമുക്ക് ഈ സമയത്താണ് കൂടുതൽ കായ. ഇതിൻ്റെ തൈകളുടെ സൈസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3.5 അടി 4 അടി തൊട്ട് ഒരു 5-5.5 അടി വരെയുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. റേറ്റുകളൊക്കെ സെയിമാണ്. 3.5 അടി തൊട്ട് ഒരു 5 അടി വരെയുള്ള തൈകളായാലും എല്ലാത്തിനും ഒരേ റേറ്റുകളാണ്. ബാലി ചാമ്പ റേറ്റ് വരുന്നത് നമുക്ക് 500 രൂപയാണ് റീറ്റെയിൽ റേറ്റ്. തൊട്ടടുത്ത് നമ്മൾ കാണുന്നത് നല്ല ബുഷായിട്ടുള്ള നമ്മുടെ ദൽഹരി ചാമ്പയുടെ തൈകളാണ്. ഇതും നല്ലൊരു വെറൈറ്റിയാണ്. റെഡ് കളറാണ്. നമ്മൾ ബാലി നേരത്തെ പറഞ്ഞതും റെഡ് കളർ തന്നെയാണ്. ഇത് നമുക്ക് ദൽഹരി ചാമ്പ നിലവിൽ കിട്ടാവുന്നതിൽ റെഡിൽ നല്ലൊരു വെറൈറ്റി ആയിട്ട് പറയപ്പെടുന്നതാണ്. മഴക്കാലത്താണെങ്കിൽ കൂടി കായ്ക്കുവാണെങ്കിൽ നമുക്ക് വെള്ളം പിടുത്തം കുറവാണ്. വെള്ളത്തിൻ്റെ ചൊവ്വ കുറവുള്ളൊരു വെറൈറ്റിയാണ്. നല്ല മധുരമാണ്. ഇത് നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 600 രൂപയാണ്. ഇതിൻ്റെ ചെറുതൈകളൊക്കെ നമുക്ക് നിറയെ ക്വാണ്ടിറ്റി അവൈലബിൾ ആണ്. അടുത്തത് നമുക്കുള്ളത് നമ്മുടെ ഡങ് സൂര്യ അല്ലെങ്കിൽ തായ്ലൻഡ് റെഡ് എന്നൊക്കെ പറയുന്ന പ്ലാവിൻ്റെ തൈകളാണ്. തായ്ലൻഡ് റെഡ് നമ്മുടെ വിയറ്റ്നാമൊക്കെ കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കായ്ക്കാൻ സാധ്യതയുള്ളൊരു പ്ലാവ് ഈ തായ്ലൻഡ് റെഡാണ്. നമുക്കിപ്പോൾ ഏകദേശം വലുപ്പമുള്ളതൊരു 4 അടി 4.5 അടി വലുപ്പമുള്ള തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെയും 21 സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്നത് 18 കവറാണ്. റേറ്റ് വരിക 500 രൂപ. ഇതിൻ്റെ 600 രൂപ വിലയുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഈ സൈഡ് കാണുന്നതൊക്കെ നമ്മുടെ വിയറ്റ്നാമിൻ്റെ റെഡ് തൈകളാണ്. വിയറ്റ്നാം റെഡ് നോർമൽ വിയറ്റ്നാം അല്ല, ആയുർജാക്കല്ല, വിയറ്റ്നാം റെഡ്. വിയറ്റ്നാം പോലെ പെട്ടെന്ന് കായ്ക്കുന്നതും എന്നാൽ ഉള്ളിൽ റെഡ് കളറുമായിട്ടുള്ള വെറൈറ്റിയാണ്. നമ്മുടെ സാധാ വിയറ്റ്നാമിനേക്കാൾ കനം കൂടിയ ചുളകളാണ്. നമുക്കിപ്പോൾ ഇപ്പോഴത്തെ സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 4.5-5 അടി വലുപ്പമുള്ള തൈകളാണ് ഇരിക്കുന്നതെല്ലാം. ഇതിൻ്റെ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി സ്റ്റോക്ക് അവൈലബിൾ ആണ്. ചെറുതൈകളും ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ്. നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 600 രൂപയാണ്. വിയറ്റ്നാം റെഡ് നമുക്കങ്ങനെ എല്ലായിടത്തും ഒരുപാട് കിട്ടുന്ന തൈകളല്ല. ബാക്കി പ്ലാവുകൾ പോലെ ഒരുപാട് അവൈലബിൾ വെറൈറ്റി അല്ല നമുക്ക്. പക്ഷേ ഇതിൻ്റെ ചെറുതും വലുതും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഈ കാണുന്നതൊക്കെ ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ മാൻഡറിൻ്റെ വെറൈറ്റിയാണ്. ഓറഞ്ച്, മാൻഡറിൻ ഓറഞ്ച്, കമല ഓറഞ്ച് എന്നൊക്കെ പറയും. നമ്മുടെ കാലാവസ്ഥയിൽ കായ്ച്ച് തുടങ്ങുമ്പോൾ തൊട്ടേ നമുക്ക് അത്യാവശ്യം നല്ല മധുരമുള്ള സ്വാദുള്ളൊരു വെറൈറ്റിയാണ് മാൻഡറിൻ. നമ്മുടെ വലുപ്പമുള്ള ഓറഞ്ചല്ല, എന്നാൽ നമ്മുടെ ബുഷ് ഓറഞ്ചിനേക്കാളും വലുപ്പത്തിൽ പെട്ടെന്ന് കായ്ക്കുന്ന ഒരു 1.5 കൊല്ലം കൊണ്ടൊക്കെ നമുക്ക് ഈ കവറിൽ തന്നെ ഇരുന്ന് കായ്ക്കുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റുകൾ നമ്മുടെ വീട്ടിൽ നമ്മൾ വെച്ച് കായ്പ്പിച്ച് ബോധ്യപ്പെടുന്നതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ നമ്മൾ സെയിൽ തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇതിൻ്റെ വലിയ കാച്ച തൈകളുടെയൊക്കെ വീഡിയോ കാണാം. റേറ്റ് വരെ നമുക്ക് ഏകദേശം ഒരു 700 രൂപയാണ്. ഇത് പലരും പല വിലയ്ക്കാണ് വിൽക്കുന്നത്. 1000-1500 രൂപയ്ക്ക് വിൽക്കുന്ന നഴ്സറികളൊക്കെ ഉണ്ട്.
നമ്മളത് റീറ്റെയിൽ വിൽക്കുന്നത് 700 രൂപയ്ക്കാണ്. നമ്മുടെ ഇന്ത്യൻ മുസംബിയുടെ വലുപ്പമുള്ള തൈകൾ. നമ്മൾ ചെറുതൈകൾ കണ്ടിരുന്ന അവിടെ 175 രൂപ റേഞ്ചിലുള്ളത്. ഇതതിൻ്റെ വലുപ്പമുള്ള തൈകൾ. പെട്ടെന്ന് കായ്ക്കുന്ന വെറൈറ്റിയാണ്. നമുക്ക് മാക്സിമം ഒരു 6 മാസം 8 മാസം. ഇനിയിപ്പോൾ അടുത്ത വേനയ്ക്ക് നോക്കിയാൽ മതി. നമുക്ക് മുസംബികൾ മഴക്കാലത്ത് കായ്ക്കില്ല, വേനൽക്കാലമാണ്, ചൂടാണ് ഇതിന് വേണ്ടത്. അടുത്ത വേനൽക്കാലത്തേക്ക് നമുക്ക് കായ്ക്കുന്ന ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന തൈകളാണ്. ഈ കവറിൽ നിർത്തുവാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ഏകദേശം ഒരു 600 രൂപയാണ് ഈ ഇന്ത്യൻ മുസംബിയുടെ റേറ്റ് വരിക. ഇതൊക്കെ ഭയങ്കര മാർക്കറ്റിനായിരുന്ന ഭയങ്കര റേറ്റിനായിരുന്ന തൈകളാണ്. പിന്നെ നമുക്ക് കാണാനുള്ളത് നമ്മുടെ നാഗ്പൂർ ഓറഞ്ചാണ്. നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന, നമ്മൾ പാലക്കാട് ഫാമിലൊക്കെ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ഇതിൻ്റെ കാച്ച തൈകളൊക്കെ പരിചയപ്പെടുത്തിയായിരുന്നു. നാഗ്പൂർ ഓറഞ്ചിൻ്റെ അത്യാവശ്യം ഒരു 7 അടിക്ക് വലുപ്പമുള്ള തൈകളാണ്. ഇതിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് പാലക്കാട് ഫാമിലും ഒരു 200-300 തൈകൾ അവൈലബിൾ ആണ്. ഇതേ വലുപ്പമുള്ള തൈകൾ ഒരു 7 അടി വലുപ്പം ഉണ്ടാവും. നമുക്ക് കായകൾ വലുപ്പമുള്ള കായകളാണ്. സാമാന്യം നല്ല മധുരമുള്ള ഓറഞ്ചാണ്. കാച്ചു തുടങ്ങുന്ന ഒരു 1-2 കൊല്ലം മധുരം കുറവായിരിക്കും. കാലക്രമേണ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന അതേ ഓറഞ്ചിൻ്റെ ടേസ്റ്റ് കിട്ടുന്നതാണ്. ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 600-700 രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരിക. ഈ സൈസ് ഓറഞ്ച് നമുക്ക് എവിടെയും വേറെ കിട്ടില്ല ഈ റേറ്റിന്. ഒരു 7 അടി ഉയരണ്ടാവും. പിന്നെ നമുക്ക് ഈ കാണുന്നതല്ല നമ്മുടെ മുസംബിയാണ്. നമ്മുടെ നോർമൽ പഴയ ടൈപ്പ് പൂനെ വെറൈറ്റി മുസംബിയാണ്. അതിൻ്റെ ഒരു 5 അടി 6 അടിയുള്ള തൈകളാണ് ഈ കാണുന്നതെല്ലാം. ഇതിൻ്റെയും ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ചെറുതൈകളും അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 600 രൂപയാണ്. പിന്നെ നമ്മൾ കാണുന്നതൊക്കെ നമ്മുടെ ബോൾ സപ്പോട്ട, ക്രിക്കറ്റ് ബോൾ സപ്പോട്ട തൈകളാണ്. ഇതിൻ്റെയും തൈകൾ ഇപ്പോൾ നമുക്കിവിടെ സ്റ്റോക്ക് കുറവാണ്. നമുക്ക് പാലക്കാട് ഫാമിൽ തൈകൾ ഇരിപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ റേറ്റ് വരിക നമുക്ക് ഏകദേശം ഒരു 600 രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരിക. പിന്നെ നമ്മളിത് നേരത്തെ കണ്ട നമ്മുടെ J33യുടെ 500 രൂപ വില വരുന്ന J33യുടെ തൈകളാണ്. ഹിമാപസന്ത് എന്ന് പറഞ്ഞാൽ ഹിമാപസന്ത് എന്ന് പറയും. ഹിമാപസന്തിൻ്റെ വലുപ്പമുള്ള തൈകളാണ്. നമ്മുടെ മല്ലിക പോലെ ഉള്ള ടൈപ്പ് മാങ്ങയാണ്. വലിയ മാങ്ങയാണ്. മാങ്ങണ്ടി നമുക്ക് കനം കുറവാണ്. മല്ലിക ഇവിടെ കായ്ക്കാൻ ബുദ്ധിമുട്ടാണ്. കായ്ക്കില്ലെന്നല്ല, കാപിടുത്തം താരതമ്യേന കുറവാണ്. അതിന് പകരമായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് ഹിമാപസന്ത്. അത്യാവശ്യം വലിപ്പമുള്ള മാങ്ങകളാണ്. ഏകദേശം ഒരു 3/4 കിലോയ്ക്ക് പ്ലസ് ഒക്കെ തൂക്കം വരുന്ന ടൈപ്പ് മാങ്ങകളാണ്. മാങ്ങാണ്ടി കനം കുറവാണ്. മല്ലികയുടെ ഏകദേശം സാമ്യമുള്ള ടേസ്റ്റുമാണ്. റേറ്റ് വരെ നമുക്ക് ഏകദേശം 5-5.5 അടിയുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് 600 രൂപയാണ് ഹിമാപസന്ത്. പിന്നെ നമുക്കിതിൻ്റെ ഇടയിൽ കുറച്ച് നമ്മുടെ പഴയ ടൈപ്പ് വെരിഗേറ്റഡ് പേരുടെ തൈകൾ അവൈലബിൾ ആണ്. അതിൻ്റെ കാച്ച തൈകളും ഒക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ചെറുതൈകളും നമുക്കുണ്ട്. ഈ സൈസൊക്കെ നമുക്ക് ഏകദേശം ഒരു 5.5 അടി ഒക്കെ ഹൈറ്റ് വരുന്ന ടൈപ്പ് തൈകളാണ് വെരിഗേറ്റഡ് പേര. റേറ്റ് വരുന്നത് 600 രൂപയാണ്. ഈ കാണുന്നത് നമ്മുടെ നീലമാവിൻ്റെ തൈകളാണ്. നീലമാവിൻ്റെ ഇത് നമുക്കങ്ങനെ എപ്പോഴും വരുന്ന ടൈപ്പല്ല വലിയ തൈകൾ. നീലമാവ് ഒരു 5-10 പീസൊക്കെ ഇപ്പോൾ നമുക്ക് ഈ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. റേറ്റ് വരെ 600 രൂപയാണ്. ചെറുതൈകൾ നമുക്ക് സ്റ്റോക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. സിന്ദൂരം മാവാണ്. ഒരാൾ പൊക്കമുള്ള അല്ലെങ്കിൽ ഒരു 6 അടിക്ക് പൊക്കമുള്ള നമ്മുടെ സിന്ദൂരം മാവ്. റെഡ് കളർ മാങ്ങയാണ് വരിക. നമ്മുടെ വെയിലടിക്കുന്ന ഭാഗം ചുവന്നിരിക്കും. നല്ല സ്വാദുള്ള മാങ്ങയാണ്. നല്ല നൂറുള്ള മാങ്ങ എന്ന് പറയുന്നത്. നല്ല കാമ്പ് നല്ല സ്വാദുള്ള ടൈപ്പാണ്. ഒരു 5.5 അടി 6 അടിക്ക് വലുപ്പമുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. കായ്ക്കാൻ നമുക്ക് ഒരു 90% ഈ വേനയ്ക്ക് കായ്ക്കേണ്ടതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വേനയ്ക്ക് ഗ്യാരണ്ടി 100% ഗ്യാരണ്ടി. റേറ്റ് വരിക 600 രൂപയാണ്. പിന്നെ നമുക്ക് കാണാനുള്ളത് മൊത്തം നമ്മുടെ റംബുട്ടാനാണ്. N18 റംബുട്ടാൻ. ഏകദേശം ഒരു 5.5 അടി 6 അടിക്ക് വലുപ്പമുള്ള തൈകളാണ്. ഇതിൻ്റെ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ്. ഒരു 1500 പീസൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും ഈ സൈസിൽ. ഇത് പഴയ ബാച്ചാണ്. ഇതിൻ്റെ പുതിയ തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് ഇലകരിച്ചിലില്ലാത്ത തൈകൾ. ഇത് നമുക്കിപ്പോൾ കായ്ക്കേണ്ട സീസണാണ്. ഈ സൈസ് തൈകളൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് ഏകദേശം ഒരു 600 രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരിക. ഇതിൻ്റെ വലുപ്പമുള്ള തൈകളും അവൈലബിൾ ആണ്. N18 ആണ് റെഡ് കളർ. പിന്നെ നമുക്ക് കാണുന്നത് നമ്മുടെ സീഡ്ലെസ് ലെമണിൻ്റെ തൈകളാണ്. കാച്ചി നിൽക്കുന്നതും ഫ്ലവറിൽ നിൽക്കുന്നതൊക്കെയുള്ള തൈകളാണ്. ഇതിൻ്റെയും ചെറുതൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ നാരകത്തിന് നമുക്ക് സീസണില്ല. നമ്മുടെ നോർമൽ ചെറുനാരകം പോലെ സീസണില്ല. ഇതിന് മഴയോ വെയിലോ ഇല്ല. ഏത് മഴയത്താണെങ്കിലും ഫ്ലവർ ഇട്ട് നമുക്ക് അത്യാവശ്യം കായകൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ചെറുതൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്ന സൈസൊക്കെ 600 രൂപയാണ് റേറ്റ് വരിക. ഇത് നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ സിന്ദൂരത്തിൻ്റെ ബാക്കിയുള്ള തൈകളാണ്. നമ്മൾ ഈ കാണുന്ന നമ്മുടെ ചന്ദ്രകാരൻ മാവിൻ്റെ തൈകളാണ്. ചന്ദ്രകാരൻ നമ്മൾ അച്ചാറിടുന്ന കടുമാങ്ങ ആ വെറൈറ്റിപ്പെട്ട തൈകളാണ്. അത്യാവശ്യം നല്ല ബുഷ്, നമ്മളൊരു സ്റ്റെപ്പ് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നല്ല ബുഷാക്കിയുള്ള തൈകളാണ്. ഏകദേശം ഒരു 5-5.5 അടി 6 അടിയൊക്കെ ഹൈറ്റുള്ള തൈകളുമാണ് ചന്ദ്രകാരൻ. റീറ്റെയിൽ റേറ്റ് വരെ നമുക്ക് ഏകദേശം ഒരു 600 രൂപയാണ് ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരിക. നമുക്ക് അടുത്ത് കാണുന്നത് നമ്മുടെ കുളമ്പിൻ്റെ തൈകളാണ്. കുളമ്പ് മാവിൻ്റെ
അത് ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റെമ്മൊക്കെ ഉണ്ടാകും. അത്യാവശ്യം നല്ല കനമുള്ള സ്റ്റെമ്മുള്ള തൈകളാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള, പെട്ടെന്ന് കാവെടുത്തുള്ള, എന്നാൽ ഭയങ്കര കേട് കുറവുള്ളൊരു മാങ്ങയാണ്. ഒരു വീട്ടിലൊക്കെ എന്തായാലും വെച്ചിരിക്കേണ്ട മാങ്ങയാണ്. നല്ല പോലെ കാവെടുത്തുണ്ടാവും, കേടുകളും കുറവാണ്. റീറ്റെയിൽ റേറ്റ് വരെ നമുക്ക് ഏകദേശം ഒരു 600 രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരിക. പിന്നെ നമ്മൾ ഈ കാണുന്ന നമ്മുടെ തിരുവനന്തപുരംകാരുടെ നാട്ടുമാവായിട്ടുള്ള കോട്ടൂർക്കോണമാണ്. കേട് കുറവാണ്, അത്യാവശ്യം നല്ല എൻക്വയറിയുള്ള വെറൈറ്റിയാണ്. ചെറിയ മാങ്ങയാണ്, കേട് തീരുണ്ടാവില്ല. കോട്ടൂർക്കോണം ഇതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 500-600 റേഞ്ചിലാണ്. 600 രൂപയിൽ താഴെയാണ് ഇതിൻ്റെ റേറ്റ് വരിക. പിന്നെ നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ ആപ്പിൾ റുമാനിയ എന്നൊക്കെ പറയും. നമ്മുടെ ആപ്പിൾ പോലത്തെ മാങ്ങ, ആപ്പിൾ റുമാനിയ ബോൾ ടൈപ്പാണ് വരിക. നമുക്ക് ഏകദേശം 300 ഗ്രാം തൂക്കം വരുന്ന ടൈപ്പ് വെറൈറ്റിയാണ്. ഇതിൻ്റെയും ചെറുതൈകൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്ന ഒരു 5 അടി 5.5 അടി സൈസുള്ള മാങ്ങ നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 600 രൂപ മാത്രമാണ്. നമ്മൾ പിന്നെ ഇവിടെ ബാക്കിലുള്ളത് നമുക്ക് നമ്മുടെ കോട്ടപ്പറമ്പൻ എന്നൊക്കെ പറയും. കോട്ടപ്പറമ്പൻ നമ്മുടെ മലയാളികളുടെ ഓൾ സീസൺ എന്നൊക്കെ പറയും. ചെറിയ മാങ്ങയാണ്, നമുക്കൊരു കൊല്ലത്തിൽ 2-3 തവണ കായ്ക്കും. അതിൻ്റെ ചെറിയ കായും അല്ലെങ്കിൽ ഫ്ലവർ തൈകളൊക്കെ അവൈലബിൾ ആണ്. ഈ കാണുന്ന കാര്യം ഫ്ലവറാണ് കോട്ടപ്പറമ്പൻ. ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 600 രൂപ മാത്രമാണ് റീറ്റെയിൽ വരിക. പിന്നെ ഈ കാണുന്നത് നമ്മുടെ പ്രിയൂരുമാവാണ്. നമ്മുടെ നാടൻ പ്രിയൂരുമാവിൻ്റെ തൈകളാണ്. അത് നമുക്ക് ഏകദേശം ഒരു 5-6 അടിയൊക്കെ വലുപ്പമുള്ള തൈകൾ അവൈലബിൾ ആണ്. ഇതെല്ലാം ബഡ് തൈകളാണ്, നമ്മുടെ കേരളത്തിൽ തന്നെ ചെയ്തു വരുന്ന ബഡ് തൈകളാണ്. ഇതിൻ്റെയൊക്കെ റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 600 രൂപയാണ്. പ്രിയൂരിൻ്റെ എല്ലാം ചെറുതൈകൾ നമുക്ക് ഈ പറഞ്ഞ വലുതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റിയുടെയും ചെറുതൈകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കാലാപാടി അവൈലബിൾ ആണ്. ഇതിനപ്പുറത്ത് നമുക്ക് ഈ വലുപ്പമുള്ള ഇല വരുന്നത് നമുക്ക് ബ്രൂണേക്കിംഗ് എന്നൊക്കെ പറയും. ബ്രൂണേക്കിംഗ് നമ്മുടെ 4 കിലോ ഒക്കെ വെയിറ്റ് വരുന്ന മാങ്ങയാണ്. 4 kg മാങ്ങയല്ല, 4 kg വേറെ ഉണ്ട്. ഇത് ബ്രൂണേക്കിംഗ്. നമുക്കൊരു പപ്പായയുടെ ഒക്കെ റെഡ് ലേഡി പപ്പായയുടെ ഒക്കെ നീളവും വലുപ്പം വരുന്ന ടൈപ്പ് മാങ്ങയാണ്. അത്യാവശ്യം ഒരു ആവറേജ് സൈസ് സ്വാദുള്ള മാങ്ങയാണ്. ഒരു കുടുംബത്തിനൊക്കെ ഒരു മാങ്ങ മുറിക്കുകയാണെങ്കിൽ ഒരു വീട്ടിലെല്ലാവർക്കും കഴിക്കാം. ബ്രൂണേക്കിങ് ഇത് റീറ്റെയിൽ റേറ്റ് വരെ നമുക്കൊരു 600 രൂപയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ സുവർണ്ണരേഖ, അതിൻ്റെ ഫ്ലവർ ചെയ്ത തൈകളും വലുപ്പമുള്ള തൈകളൊക്കെ ആയിട്ട് അവൈലബിൾ ആണ്. ഇത് നമുക്ക് 500-ലും 600-ലും അവൈലബിൾ ആണ് ഇതിൻ്റെ തൈകൾ. പിന്നെ കാണുന്നത് നമുക്ക് ബ്ലാക്ക് ഡയമണ്ട് പേരയാണ്, നമ്മുടെ ജപ്പാൻ പേരയുടെ ബ്ലാക്ക്. നമ്മളവിടെ കാപിടുത്തം കുറവാണെന്ന് പറയപ്പെടുന്നത്, പക്ഷേ നമുക്കിവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ കാച്ച് കിട്ടുന്നുണ്ട്. പലരും നമ്മുടെ റെഡ് ഡയമണ്ടായിട്ട് ബ്ലാക്ക് ഡയമണ്ടായിട്ട് പറയുന്നത് നമ്മുടെ ബീട്രൂട്ട് പേര. ഇത് ബീട്രൂട്ട് പേരയാണ്. ഇതിവിടെ കായ്ക്കാൻ നോർമലി എല്ലായിടത്തും നല്ലപോലെ കായ്ക്കുന്ന വെറൈറ്റിയാണ്. പലരും ഇതാണ് വീഡിയോ ചെയ്യുന്നത് ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ലീഫുകൾ ഭയങ്കര വ്യത്യാസമുള്ളതാണ്. ഇത് കട്ട് കയറിയതും നമ്മുടെ ജപ്പാൻ്റെ ലീഫ് അതേപോലത്തെ തന്നെ കളർ മാത്രം വ്യത്യാസമുള്ള പേരയാണ്. ഇത് നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക 1000 രൂപയാണ് കാച്ച തൈകൾ. ഇതിൻ്റെ ചെറുതൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ അത്യാവശ്യം പഴുപ്പവറായിട്ടുള്ള തൈകളാണ്, കായകളാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്കുള്ളതൊക്കെ നമ്മുടെ ജപ്പാൻ പേരയുടെ തന്നെ വൈറ്റാണ്, വൈറ്റ് ഡയമണ്ട്. ഇതിൽ പക്കാ സീഡ്ലെസ് ആണ്. ഇത് സീഡ് വളരെ കുറവാണ്. ഒരു പേരിന് 1-2 സീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഉള്ളിലൊരു എയർ ഗ്യാപ്പാണ് സാധാരണ പേരകളിലൊക്കെ നമുക്ക് സീഡ് ഒരു കോയിൻ്റെ വട്ടത്തിൽ സീഡ് കാണാം. വൈറ്റ് ഡയമണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സീഡിൻ്റെ അവിടെ ചെറിയൊരു എയർ ഗ്യാപ്പാണ് വരിക. നല്ല പോലെ കായ്ക്കുന്ന വെറൈറ്റിയാണ്. ഇതും നമുക്ക് റീറ്റെയിൽ റേറ്റ് വരെ 700 ആണ്. ഇതിൻ്റെ ചെറുതൈകൾ നമുക്കൊരു 200 രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ്. വൈറ്റ് ഡയമണ്ട്. കാലാപതി സപ്പോട്ടയാണ്. കാലാപതി സപ്പോട്ട ഓവൽ ടൈപ്പാണ്. നല്ല മധുരമുള്ള വെറൈറ്റിയാണ്. നമ്മുടെ ക്രിക്കറ്റ് ബോളിനേക്കാളൊക്കെ മധുരം കൂടുതൽ പറയുന്ന വെറൈറ്റിയാണ്. ഓവൽ ടൈപ്പാണ്, നിറച്ച് കായ്ക്കും. ഇതിൻ്റെ സൈസ് പറയുന്നത് നമുക്കൊരു 1.5 അടി 2 അടിയോളം ഇപ്പോൾ വലുപ്പമുള്ള തൈകളാണ്. ഇത്രയും വലുപ്പമുള്ള തൈകളൊക്കെയാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്കുള്ളത്. നമുക്കിതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 150 രൂപയിൽ താഴെ മാത്രമാണ്. കൃത്യമായ വില നമുക്ക് ഹോൾസെയിലായിട്ട് അനാവിൽ വ്യത്യാസം എടുത്തുകൊണ്ടാണ് നമ്മൾ ഏകദേശം റേറ്റ് പറയുന്നത്. 150 രൂപയിൽ താഴെ മാത്രമാണ് ഇതിൻ്റെ റീറ്റെയിൽ റേറ്റുകൾ വരിക. നമ്മൾ ഈ കാണുന്നത് ചൈനീസ് മുസമ്പി എന്നൊക്കെ പറയും. നമുക്ക് മുസമ്പികളിൽ തന്നെ ഒരു മീഡിയം സൈസ് കായ, ഓവർ ഹൈറ്റ് വരാതെ കുറ്റിയായി നല്ല ബുഷായി നിൽക്കുന്ന ടൈപ്പ് വെറൈറ്റിയാണ്. കായകൾ നമുക്കൊരു മിനി ഓറഞ്ചിൻ്റെ സൈസാണ് വരിക. ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിയറ്റ്നാം മാൾട്ടയുടെ ഒക്കെ സാമ്യമുള്ള ടേസ്റ്റാണ്.
അതിന് ചെറുതൈകളാണ് ഈ കാണുന്നത്. നമുക്ക് ഏകദേശം റീറ്റെയിൽ റേറ്റ് വരിക 175 രൂപയിൽ താഴെയാണ് ഇതിൻ്റെ റീറ്റെയിൽ റേറ്റുകൾ വരിക. ഇതാണ് നമ്മളെ കാണുന്ന ഈ വിയറ്റ്നാം മൊസംബിയുടെ കായ. ഇതിൻ്റെയൊക്കെ ഒരു ഡബിൾ സൈസൊക്കെ കായകൾ വരും. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് വിയറ്റ്നാം മാൾട്ട പോലെയല്ല. വിയറ്റ്നാം മാൾട്ട നമുക്ക് ചെടിയിൽ നിന്ന് പഴുത്ത് കിട്ടാൻ ഭയങ്കര പഴുപ്പ് മീൻസ് കളർ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് ഈ തൈകളിൽ നിന്നിട്ട് ഓറഞ്ച് കളറായി കിട്ടും. നമ്മളടുത്ത് കാണുന്നതൊക്കെ നമ്മുടെ വെരിഗേറ്റഡ് മുസംബിയുടെ അല്ലെങ്കിൽ വെരിഗേറ്റഡ് മാൾട്ട എന്നൊക്കെ പറയും, അതിൻ്റെ തൈകളാണ്. വളരെ പെട്ടെന്ന് കായ്ക്കുന്നൊരു വെറൈറ്റിയാണ്. നമ്മുടെ വിയറ്റ്നാം മാൾട്ടയൊക്കെ പോലെ തന്നെ പെട്ടെന്ന് കായ്ക്കുന്ന വെറൈറ്റിയാണ്. ഓൾ സീസൺ അല്ല, സീസണിൽ മാത്രമേ കായകൾ കിട്ടുള്ളൂ. വിയറ്റ്നാം മാൾട്ടനേക്കാളും മധുരമുള്ളൊരു വെറൈറ്റിയാണ്. കാണാനും ഭയങ്കര ഓർണമെൻ്റായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പാണ്. നല്ല ഭംഗിയുള്ള കായകളാണ്. ഇപ്പോൾ നിലവിൽ ഇരിക്കുന്ന സ്റ്റോക്ക് നമുക്ക് ഏകദേശം ഒരു 2.5 അടി 3 അടി എൻ്റെ അരയ്ക്ക് മീതെ ഉയരമുള്ള ടൈപ്പ് തൈകളാണ്. ഒരു 3 അടിയൊക്കെ ഹൈറ്റ് ഉണ്ടാവും. ഇതിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ് ചെറു സൈസിൽ. റീറ്റെയിൽ റേറ്റ് വരെ നമുക്ക് ഏകദേശം ഒരു 175 ഒരു 200 രൂപയിൽ താഴെ മാത്രമാണ് ഇതിൻ്റെ റീറ്റെയിൽ റേറ്റുകൾ വരിക. ഈ കാണുന്നതാണ് നമ്മുടെ വിയറ്റ്നാം മാൾട്ട. വിയറ്റ്നാം മാൾട്ട വരെ നമുക്കിപ്പോൾ നിലവിൽ കിട്ടാവുന്ന മുസംബികളിൽ ഏറ്റവും സൈസ് കൂടിയ കായുള്ള ടൈപ്പ് മുസംബിയാണ്. ഒരു 300-400 ഗ്രാമൊക്കെ ഒരു കായ നമുക്ക് സൈസ് വരും. എല്ലാ കായകളും ഞാൻ പറയുന്നത് എണ്ണം കൂടുന്തോറും കായകളുടെ സൈസ് കുറയും. എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു 300-400 ഗ്രാം ഒരു കായ സൈസ് വരും. വളരെ ജ്യൂസി ആയിട്ടുള്ള നല്ല നീരുള്ള ടൈപ്പ് മുസംബിയാണ്. ഈ സൈസൊക്കെ നമുക്ക് റേറ്റ് വരിക ഏകദേശം ഒരു 150 രൂപയിൽ താഴെയാണ്. 125, 150 രൂപയിൽ താഴെയാണ് ഇതിൻ്റെ റേറ്റ് വരിക. ഹൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 അടി 2 അടിയിലുള്ളിലാണ് ഇതിൻ്റെ ഹൈറ്റ് വരിക. ഇതിൻ്റെയും വലുപ്പമുള്ള തൈകൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ മൊറോക്കൻ മാൾട്ടയാണ്. ഇതൊരു പുതിയ ടൈപ്പ് മുസംബിയാണ്. കുറച്ച് തൈകളൊക്കെ നമുക്ക് സ്റ്റോക്കുള്ളൂ, പുതിയ വെറൈറ്റിയാണ്. ഇതുപോലെ കളക്ഷനൊക്കെ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഇത് പഴുത്ത് നല്ല മഞ്ഞ കളറാവുന്ന ടൈപ്പ് മുസംബിയാണ്. പുറം ഭാഗം നല്ല മാർക്കറ്റിൽ കിട്ടുന്ന ടൈപ്പ് കളർ വരുന്ന ടൈപ്പ് മുസംബിയാണ്. ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 200 രൂപയാണ് മൊറോക്കൻ മാൾട്ട. പിന്നെ നമുക്കിവിടെ കാണാനുള്ളത് നമ്മുടെ പാകിസ്ഥാൻ നമ്മുടെ തൈകളാണ്. ഇപ്പോൾ നിലവിൽ പഴയ ബാച്ച് കഴിഞ്ഞ് എല്ലാം പുതിയ ഫ്രഷ് ബാച്ചാണ്. ചെറിയ തൈകളാണ്, തൈകൾക്ക് സൈസ് കുറവാണ്. നമ്മൾ പുതിയ ബാക്കിംഗ് ആയ കാരണം നിലവിൽ പക്ഷേ ഭൂരിഭാഗം തൈകളിൽ നമുക്ക് ഫ്ലവറോ അല്ലെങ്കിൽ ചെറിയ കായകളൊക്കെ ആയിട്ട് കാണാം. പാകിസ്ഥാൻ നമ്മളെന്ന് പറയുമ്പോൾ നമുക്ക് ഓൾ ടൈമാണ്. ഒരു മീഡിയം സൈസ് കായകളാണ്. മഴയോ വെയിലോ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. നമ്മുടെ സീഡ്ലെസ് പോലെ തന്നെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളില്ലാതെ കായ്ക്കുന്നൊരു വെറൈറ്റിയാണ്. വെള്ളഞ്ഞാവലിൻ്റെ തൈകളാണ്. വെള്ളഞ്ഞാവൽ ഇപ്പോൾ നമുക്കിത് ഫ്ലവർ ചെയ്ത ബാച്ചിരിപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 1000-1500 പീസൊക്കെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെയും നമ്മുടെ പാലക്കാട് ഫാമിലുമായിട്ട് ബൾക്ക് ക്വാണ്ടിറ്റി സ്റ്റോക്ക് എപ്പോഴും അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ റേറ്റ് വരെ ഏകദേശം ഒരു 175 രൂപയാണ് റീറ്റെയിൽ റേറ്റ്. ഇതിപ്പോൾ ചെറുതിലേക്ക് കായ്ക്കുന്ന ടൈപ്പാണ്. ഞാവലുകളിൽ ഏറ്റവും പെട്ടെന്ന് കായ്ക്കുന്ന വെറൈറ്റി പെട്ടെന്ന് വൈറ്റ്. ഇതൊരു മുന്തിരിയുടെ ടേസ്റ്റാണ്. നമ്മുടെ നോർമൽ ഞാവൽ പോലെയല്ല, ചവർപ്പ് കുറവാണ്. ഞാവലിൻ്റെ ഒരു കറുപ്പുണ്ടാവും, ആ ഒരു ചുവ കുറവാണ് ഇത് ഈ വൈറ്റ് ഞാവലിന്. ഇതിൻ്റെ വലുപ്പമുള്ള കുറച്ച് പീസുകൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്നത് നമുക്ക് യെല്ലോ കളറിലാണ് നമ്മുടെ ചെടിയിൽ വർദ്ധിപ്പെട്ട ഡിസ്മോഡിയം എന്നൊക്കെ പറയും. അതൊരു ലൈറ്റ് ഗ്രീൻ, ഒരു ഫ്ലൂറസെൻ്റ് ഗ്രീൻ എന്നൊക്കെ പറയാം. ഫ്ലൂറസെൻ്റ് ഗ്രീൻ ഒരു യെല്ലോ ടൈപ്പ്. അതൊക്കെ നമുക്ക് ഓർണമെൻ്റായിട്ട് വെക്കുന്നതാണ്, അവന്യൂ ട്രീസ് ഒക്കെ ആയിട്ട് വെക്കുന്നതാണ്. ഭംഗിക്ക് വേണ്ടി മാത്രം, വേറെ കായോ ഫലങ്ങളൊന്നും ഇതും ഉണ്ടാവില്ല. നമുക്ക് ഭംഗിക്ക് വേണ്ടി കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് വെറൈറ്റിയാണ്. ഇതൊക്കെ നമുക്കൊരു 10-12 കവറിലൊരു 4 അടി, ഒരു 5 അടി 5.5 അടിയൊക്കെ വലുപ്പമുള്ള തൈകളാണ്. റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം വേറൊരു 100 രൂപ മാത്രമാണ് റീറ്റെയിൽ റേറ്റ് വരിക. ഇതിൻ്റെയും വലുപ്പമുള്ള തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഈ ബാക്കിൽ കാണുന്നത് നമുക്ക് നമ്മുടെ റെഡ് പുളിയാണ്. നമ്മുടെ വാളംപുളി അല്ലെങ്കിൽ കോൽപ്പുളി എന്നൊക്കെ പറയുന്നതിൻ്റെ റെഡ് കളറുള്ള ടൈപ്പ്. ഇത് നമുക്ക് തൊലി കളയുമ്പോൾ ഉള്ളൊരു ബ്ലഡിൻ്റെ കളറാണ് വരിക. ഇത് നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ അത്യാവശ്യം കായ്ക്കുന്നൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 175 രൂപ മാത്രമാണ്. ഒരു 5 അടി നമുക്ക് കണ്ടറിയാം, ഒരാളുടെ ഉയരമൊക്കെ ഏകദേശം വരുന്നുണ്ട്. ഒരു 5 അടിയൊക്കെ ഹൈറ്റ് വരുന്നുണ്ട്. 175 രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരിക. പിന്നെ നമ്മൾ ഈ ചെറുത് കാണുന്നത് നമുക്ക് നമ്മുടെ പണ്ട് തൊട്ടേയുള്ള പൂച്ചപ്പഴം എന്നൊക്കെ പറയുന്നൊരു വെറൈറ്റിയാണ്. അത് ഫ്രൂട്ടാണ്. ഇതിൻ്റെ കായകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മാലമുത്ത് പോലെ വൈറ്റ് കളറിലുള്ള ഫ്രൂട്ടാണ്. അതിന് പ്രത്യേക ഒരു ടേസ്റ്റൊന്നും വലിയ ടേസ്റ്റായിട്ടൊന്നും പറയാനില്ല. പക്ഷേ പഴയ ഒരു ഫ്രൂട്ടായിട്ട് ആൾക്കാർ ഇപ്പോഴും ചോദിച്ചു വരുന്നൊരു പഴവർമ്മളൊക്കെ ആയിട്ട് ചോദിച്ചു വരുന്ന ടൈപ്പ് വെറൈറ്റിയാണ്. ഇതിൻ്റെയൊക്കെ റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 80 രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരിക പൂച്ചപ്പഴം. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ലോങ്ങൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇത് ഹോം ഗ്രൗണ്ട തൈകളാണ്. ട്രോപ്പിക്കൽ വിയറ്റ്നാം എന്നൊക്കെ പറയും. ട്രോപ്പിക്കൽ വിയറ്റ്നാം പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന വെറൈറ്റിയാണ്. ഇതും എഡോസ്റ്റാറും സെയിം ആണെന്ന് പറയപ്പെടുന്നുണ്ട്. എഡോസ്റ്റാർ എന്ന് പറഞ്ഞു വരുന്ന വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഇത് അതിൻ്റെ തന്നെ
ഹോങ്കരോണ്ട വെറൈറ്റി വരുന്ന ട്രോപ്പിക്കൽ വിയറ്റ്നാം. ഒറിജിനൽ പേര് ഇതിൻ്റെ ഈ ട്രോപ്പിക്കൽ വിയറ്റ്നാം എന്നാണ് പേര്. എഡോസ്റ്റാർ എന്നുള്ള പേര് നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ ഇട്ടൊരു പേരാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് വരിക ഏകദേശം നമുക്ക് 750 രൂപയാണ് ഈ ഹോങ്കരോണ്ട ട്രോപ്പിക്കൽ വിയറ്റ്നാം ലോങ്ങൻ. നമ്മൾ അടുത്തായിട്ട് കാണുന്നത് നമ്മുടെ ഇന്ത്യൻ മുസംബിയുടെ തൈകളാണ്. ഇന്ത്യൻ മുസംബിയുടെ അത്യാവശ്യം നമുക്കൊരു 2.5 അടി 3 അടി വലുപ്പമുള്ള തൈകളാണ്. ഇന്ത്യൻ മുസ്ലിം നമ്മുടെ അവിടെ പെട്ടെന്ന് കായ്ക്കുന്ന ടൈപ്പ് വെറൈറ്റിയാണ്. ഏകദേശം ഒരു കൊല്ലം 1.5 കൊല്ലം മാക്സിമം, ഒരു കൊല്ലം കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ കവറിൽ നിർത്തിയാൽ കാച്ച് കിട്ടുന്ന വെറൈറ്റിയാണ് ഇന്ത്യൻ മുസംബി. നമുക്ക് ഉയരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 അടി ഹൈറ്റും കിട്ടും. തൈയുണ്ട്, ഒറ്റ സിംഗിൾ സ്റ്റെം അല്ല, അത്യാവശ്യം ബുഷുള്ള തൈകളാണ്. ഇതിൻ്റെയും നിറയെ ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ചെറുതും വലുതും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഈ കാണിക്കുന്നത് ചെറുതാണ്. ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരിക നമുക്ക് 175 രൂപ മാത്രമാണ് റീറ്റെയിൽ റേറ്റ് വരിക. പിന്നെ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഒലോസോപ്പോ ചക്കരപ്പഴം എന്നൊക്കെ പറയും. ഈ ശർക്കരയുടെ നമ്മുടെ മുട്ടപ്പഴത്തിൻ്റെ ഒരു ഫാമിലി പെട്ടാണ്. ഭയങ്കര മധുരമാണ്, നമ്മുടെ ശർക്കരയുടെയൊക്കെ ടേസ്റ്റാണെന്ന് പറയാം. ഇതും ഈ പറഞ്ഞ പോലെ ലെയർ തൈകളാണ്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കായ്ക്കുന്ന വെറൈറ്റിയാണ്. ഒരു കൊല്ലം കൊണ്ടൊക്കെ തന്നെ ഈ ലെയർ തൈ നമുക്ക് കാപിടിക്കും. ഇതിൻ്റെയൊക്കെ നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 175 രൂപയാണ്. ഇതിൻ്റെ സീഡ് തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. 100 രൂപയാണ് അതിൻ്റെ റേറ്റ് വരിക. പിന്നെ നമ്മൾ അടുത്തായിട്ട് കാണുന്നത് നമ്മുടെ ഈ മൂട്ടിപ്പഴത്തിൻ്റെയൊക്കെ വെറൈറ്റി ചെയ്യുക മഫായി ഫ്രൂട്ടാണ്. ബർമീസ് ഗ്രേപ്പാണ്. ബർമീസ് ഗ്രേപ്പ് നമ്മുടെ മൂട്ടിയിലൊക്കെ ഒരു വെറൈറ്റി പെട്ടതാണ്. ഇതൊക്കെ നമുക്ക് റേറ്റ് വരിക ഏകദേശം ഒരു 150 രൂപയാണ് ബർമീസ് ഗ്രേപ്പിൻ്റെ റേറ്റ് വരിക. ഏകദേശം ഒരു 2 അടി 2.5 അടിയൊക്കെ വലുപ്പമുള്ള തൈകളാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഞാവൽ, ബ്ലാക്ക് ഞാവലിൽ ഏറ്റവും പെട്ടെന്ന് കായ്ക്കുന്ന വെറൈറ്റി തായ്ക്കിങ് ഞാവൽ എന്ന് പറയും. ഉള്ളതിൽ സൈസുള്ള ടൈപ്പ് ഫ്രൂട്ടാണ്. നമുക്കിപ്പോൾ ഇവിടെ തൈകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടാവും. ബ്ലാക്കിൽ നോർമലി ഇത്ര പെട്ടെന്ന് നമുക്ക് കാച്ച് കിട്ടില്ല. തായ്ക്കിങ് വെറൈറ്റി ആയതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കാച്ച് കിട്ടുന്നത് നമുക്ക്. അത്യാവശ്യം വലുപ്പമുള്ള കായകളാണ്. തൈകൾ നമുക്കൊരു 1.5 2.5 അടി വരെ വലുപ്പമുള്ള തൈകളും ഇതിൽ അവൈലബിൾ ആണ്. നമുക്കിത് റീറ്റെയിൽ റേറ്റ് വരുന്നത് ഏകദേശം ഒരു 200 രൂപയാണ്. നമുക്ക് ഏകദേശം ഒരു 2 അടി 2.5 അടിയൊക്കെ വലുപ്പമുള്ള തൈകളാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെയും വലിയ തൈകൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ അടുത്ത് കാണുന്നത് അബിയുവിൻ്റെ വെറൈറ്റിയാണ്. നമുക്ക് ജൈൻറ്റിൻ്റെ വെറൈറ്റിയാണ്. ജൈൻറ്റ് അബിയുവിൻ്റെ തൈകൾ. ഇത് നമുക്ക് ഏകദേശം ഒരു 3-4 അടിയൊക്കെ വലുപ്പമുള്ള തൈകളാണ്. ഇതിൻ്റെ നമുക്ക് അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരു 100-150 പീസിൻ്റെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ വലിയ തൈകളും അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു 700 to 1 kg ഉള്ളിൽ സൈസ് വരുന്ന ടൈപ്പ് അബിയുവിൻ്റെ വെറൈറ്റിയാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് വരിക നമുക്ക് 225 രൂപ. ഈ സൈസ് കവറുകൾ 10-12 എന്ന് പറയുന്ന കവറുകൾ നമുക്ക് റേറ്റ് വരിക 225 രൂപയാണ്. ഇതിൻ്റെ വലുപ്പമുള്ള തൈകളും അവൈലബിൾ ആണ്. നമ്മൾ അടുത്ത് കാണുന്നത് നമ്മുടെ നോർമൽ ബ്ലാക്ക് ഞാവലാണ്. ഇത് കായ്ക്കാൻ അല്പം താമസിക്കുന്ന വെറൈറ്റിയാണ്. നമ്മുടെ തായ്ക്കിനെ വെച്ച് നോക്കുമ്പോൾ എന്ന് കരുതി കായ്ക്കില്ലെന്നല്ല, ഇത് ബ്ലാക്ക് ഞാവലാണ്. ഇതുപോലെ നമുക്ക് കാച്ച് കിട്ടാറുണ്ട്. പക്ഷേ 100 തൈകൾ നമുക്കിതുപോലെ പെട്ടെന്ന് കായ്ക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഏറിപ്പോയാലൊരു 2-2.5 കൊല്ലം നമ്മുടെ സീഡ്ലെസ് എന്ന് പറഞ്ഞ ഞാവലിൻ്റെ വരയ്ക്ക് കായ്ക്കാൻ താമസമുള്ളത്. ആൾക്കാർ പലരും ബ്ലാക്ക് ഞാവൽ എന്ന് പറഞ്ഞ് അത് കൊടുക്കുന്നതുകൊണ്ടാണ് എല്ലാവർക്കും ബ്ലാക്ക് ഞാവൽ നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കില്ല, അല്ലെങ്കിൽ 10 കൊല്ലം പിടിക്കുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ട്. നമ്മുടെ നോർമൽ ബ്ലാക്ക് ഞാവലാണിത്. നമുക്ക് 2.5 കൊല്ലം കൊണ്ടൊക്കെ ഇത് കാച്ച് കിട്ടും. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ചെത്തിപ്പൂവിൻ്റെയാണ്. സിംഗപ്പൂർ ചെത്തി എന്നൊക്കെ പറയും. റെഡ് കളർ ചെത്തി. ഇത് നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 70-75 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. നല്ല റെഡ് കളർ ചെത്തിപ്പൂ. ഇതിപ്പോൾ മുട്ടിട്ട് തുടങ്ങിയ തൈകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ കടപ്പലാവിൻ്റെ തൈകളാണ്. കടപ്പലാവ്, ശീമപ്പലാവ്, കൈതച്ചക്ക എന്നൊക്കെ പറയും. കൈതച്ചക്കയല്ല, നമ്മുടെ ശീമപ്പലാവ് എന്നൊക്കെ പറയും. അതിൻ്റെ ബഡ് തൈകളാണ്. നോർമലി നമുക്ക് ലെയർ തൈകളും ബഡ് തൈകളും വരാറുണ്ട്. ലെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തൈ നന്നായി സെറ്റാവുന്നത് വരെ വേരിനൊക്കെ ഡാമേജ് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് പിടിച്ചെടുക്കാം. തൈക്ക് ഒരുവിധ ഡാമേജുകളും വരത്തില്ല. ഇതിൻ്റെയൊക്കെ റീറ്റെയിൽ വരിക നമുക്ക് ഏകദേശം ഒരു 175-200 താഴെ, 200 താഴെ 175 ഉള്ളിലാണ് റേറ്റ് വരിക. പിന്നെ നമ്മൾ അടുത്ത് കാണുന്നത് നമ്മുടെ അർക്കബാൽ ഓറഞ്ചാണ്. അർക്കബാൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ ടാഗ് നോക്കി അറിയാൻ പ്രത്യേകത, ഇത് റെഡാണ്. അത് ചിലർ ബ്ലഡ് ഓറഞ്ച് എന്നൊക്കെ വർത്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു ഐറ്റാണ്. ഉൾഭാഗം നല്ല റെഡ്, പുറം ഭാഗം റെഡ് വെരിഗേറ്റഡ് ആണ്. ഏകദേശം ഒരു 2-2.5-3 അടിയൊക്കെ വലുപ്പമുള്ള തൈകളാണ്. നല്ല പുഷുള്ള തൈകളാണ്. ഉള്ള് റെഡും പുറം റെഡ് വെരിഗേറ്റഡും വരുന്ന ഓറഞ്ച്
അർക്കോബാൽ ഓറഞ്ച്. ഇത് പുതിയ വെറൈറ്റിയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ വന്നു തുടങ്ങിയൊരു കുളത്തിന് താഴെ മാത്രമായിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു കുളത്തിനുള്ളിൽ ഇനി ഇതിൻ്റെ റിസൾട്ട് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ തായ് കിങ് സപ്പോട്ടയാണ്. സപ്പോട്ടയിൽ തന്നെ ഏകദേശം ഒരു 700 ഗ്രാം, ഒരു 3/4 കിലോ ഒക്കെ തൂക്കം വരുന്ന ടൈപ്പ് വെറൈറ്റിയാണ്. റെഡ് സപ്പോട്ട എന്നും പറയപ്പെടുന്ന വെറൈറ്റി തന്നെയാണ്. ഉൾഭാഗം നമുക്ക് പഴുക്കും തോറും ഉള്ളിലടിഭാഗം റെഡ് ഷെയ്ഡ് കയറി വരും. ഇതിൻ്റെയും ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ചെറുത് ഇപ്പോൾ കാണുന്നത് നമ്മൾ ചെറുതൈകളാണ്. ഇതിന് വലുപ്പമുള്ള തൈകൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരെ നമുക്ക് റീറ്റെയിൽ 200 രൂപയാണ് ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ്. ചെറുതിലെ പൂകുന്നത് കായ്ക്കുന്നതായിട്ടുള്ള വെറൈറ്റിയാണ് തായ് കിങ് സപ്പോട്ട. പിന്നെ നമ്മൾ അടുത്ത് കാണുന്നതൊക്കെ നമ്മുടെ സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടാണ്. സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് തൈകളാണ്. ഏകദേശം നമുക്കൊരു 2-2.5 അടി 3 അടി ഉള്ള തൈകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് ഏകദേശം ഒരു 3 അടിയോളം ഉണ്ട്. ഇത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 2 അടിക്കുള്ള തൈകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കായ്ക്കുന്ന വെറൈറ്റിയാണ്. ഈ കാണുന്നതൊക്കെ ഫ്ലവറാണ്. ഇതിൻ്റെയൊക്കെ റീറ്റെയിൽ റേറ്റ് വരെ ഏകദേശം നമുക്കൊരു 150 രൂപയിൽ താഴെ മാത്രമാണ് റീറ്റെയിൽ റേറ്റ് വരിക. നമ്മളടുത്ത് കാണുന്നത് VNR പേരയാണ്. VNR പേര എന്ന് പറയുമ്പോൾ നമുക്കൊരു 1 kg പ്ലസ് വെയിറ്റ് വരുന്ന വെറൈറ്റിയാണ്. ഒരു 1-1.25 കിലോ വരെ വെയിറ്റ് വരുന്നതാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന പേരകളിൽ ഏറ്റവും സൈസ് കൂടിയ അല്ലെങ്കിൽ വലുപ്പം ഏറ്റവും കൂടുതൽ വയ്ക്കാൻ സാധ്യതയുള്ള ടൈപ്പ് പേരയാണ്. ഇതിൻ്റെ തൈകളുടെ ഹൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 അടി കൂരുള്ള തൈകളാണ്. ഇതിലും നമുക്ക് ചെറിയ ഫ്ലവറും ചെറിയ കായകളൊക്കെ പിടിച്ച തൈകൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരിക നമുക്ക് ഏകദേശം ഒരു 150 രൂപയാണ്. അടുത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ ജപ്പാൻ പേരുടെ വെറൈറ്റി ആയ ജാർവി റെഡാണ്. ജാർവി റെഡിൻ്റെ ഗ്രാഫ്റ്റ് തൈകളാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 1.5 അടി 2 അടിക്കുള്ളിൽ വലുപ്പമുള്ള തൈകളാണ് ജാർവി റെഡ് അല്ലെങ്കിൽ റെഡ് ഡയമണ്ട് 1 എന്നൊക്കെ പറയും. നമ്മുടെ ആദ്യത്തെ ജപ്പാൻ പേര കായ്ക്കാൻ ബുദ്ധിമുട്ടാണ്, നമ്മൾ കാപിടിച്ചലൊക്കെ പറഞ്ഞ് അങ്ങനെ ആ സമയത്ത് വന്നിട്ടുള്ളൊരു വെറൈറ്റിയാണ് ജാർവി റെഡ്. നന്നായി കാപിടിക്കും, വലുപ്പമുള്ള കായകളാണ്, കുരു കുറവാണ്. ഒരു 700-800 ഗ്രാം വരെ ഈ പേരയ്ക്ക് നമുക്ക് വെയിറ്റ് വരും. നമ്മുടെ നാട്ടിൽ നല്ല സുലഭമായിട്ട് കായ്ക്കുന്നുണ്ട്. ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരിക നമുക്ക് ഏകദേശം ഒരു 200 രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരിക. പിന്നെ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ബബ്ലൂസിൻ്റെയൊക്കെ വെറൈറ്റിയാണ്. നോർമൽ ഇൻസൈഡ് റെഡ് വരുന്ന ബബ്ലൂസിൻ്റെ അതിൻ്റെ ചെറിയ തൈകളാണ്. ഇത് നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ്. കുറച്ച് തൈകളെ ചെറുതിലുള്ളൂ. വലുതിൽ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ അവൈലബിൾ ആണ്. ഈ ഫ്രണ്ട് മാത്രമാണ്. ഇത് നമുക്ക് റീറ്റെയിൽ റേറ്റ് വരിക ഏകദേശം ഒരു 175 രൂപയാണ്. ഒരു 3 അടുക്ക് വലുപ്പമുള്ള തൈകൾ. പിന്നെ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഈജിപ്ഷ്യൻ പേരയാണ്. നമ്മുടെ പേരകളിൽ ഒരു കൊല്ലക്കായിട്ട് പോരുന്ന വെറൈറ്റിയാണ്. നമ്മുടെ സ്ട്രോബെറിയുടെ ഒക്കെ ഒരു വർഗ്ഗത്തിൽപ്പെട്ടതാണ്. ലീഫ് കാണാനും കായ കാണാനും അതെ. പക്ഷേ സ്ട്രോബെറി പേരല്ല, ഒരല്പം കൂടി റയറായിട്ട് എക്സോട്ടിക്കായിട്ട് വന്നിട്ടുള്ള വെറൈറ്റിയാണ്. ഇതിപ്പോൾ നമുക്കൊരു കൊല്ലം കൂടി കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു കൊല്ലത്തോളം ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടായിട്ടുള്ളൂ. ഇതിൻ്റെയൊക്കെ റീറ്റെയിൽ റേറ്റ് വരെ ഏകദേശം ഒരു 200 രൂപയാണ്. തൈകളുടെ വലുപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ബാച്ച് നമുക്കൊരു 4 അടി 5 അടി ആയിട്ടുള്ള തൈകളാണ്. 200 രൂപ ഈജിപ്ഷ്യൻ പേര. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ബേക്കറി ചെറിയുടെയൊക്കെ സ്വീറ്റ് വെറൈറ്റിയാണ്. കരോണ്ട ചെറിയുടെ സ്വീറ്റ് കരോണ്ട എന്നൊക്കെ പറയും. ഇതിൽ നമുക്ക് നമ്മുടെ നോർമൽ ചെറിയതിനേക്കാളും ഒത്തിരി വലുപ്പമുള്ള ഇലകളാണ്. ചെടി കാഴ്ചയിലും വ്യത്യാസമുള്ളതാണ്. ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് മധുരമാണ്. നമ്മുടെ നോർമൽ ചെറി എന്ന് പറയുമ്പോൾ ഭയങ്കര പുളിയാണ്. നമുക്കത് ലായനിലൊക്കെ ഇട്ട് മധുരമാക്കിയതിന് ശേഷം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് ഡയറക്റ്റ് കഴിക്കാമെന്നാണ് പറയപ്പെടുന്നത്. നമ്മളവിടെ കായ്ക്കാൻ യാതൊരു തടസ്സമില്ല. ഈ കാണുന്നത് അതിൻ്റെ ഫ്ലവറാണ്. ഇതധികം വൈകാതെ തന്നെ പെട്ടെന്ന് കായ്ക്കുന്ന തൈകളാണ്. ഇത് വിരിഞ്ഞ് നമുക്ക് ഈ കവറിൽ തന്നെ ഇത് കായ് പിടിച്ചും കിട്ടാറുണ്ട്. നല്ല റെഡ് കളറാണ്. നമ്മുടെ നോർമൽ കരോണ്ട ചെറി വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഡബിൾ സൈസ് വരുന്നതാണ്, നല്ല റെഡ് ഷെയ്ഡ് വരുന്നതാണ്. ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് വരിക നമുക്ക് ഏകദേശം ഒരു 150-175 തോതിലാണ് ഇതിൻ്റെ റീറ്റെയിൽ റേറ്റുകൾ വരിക. പിന്നെ നമ്മൾ അടുത്ത് കാണുന്നത് നമ്മുടെ ജപ്പോട്ടിക്കാബയുടെ സബാറ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. സബാറയുടെ അത്യാവശ്യം ഒരു 5 അടിക്ക് വലുപ്പമുള്ള തൈകളാണ് സബാറ നമുക്ക് കായ്ക്കാൻ അല്പം താമസമുള്ള വെറൈറ്റിയാണ്. സീഡാണെങ്കിൽ മാത്രം. നമുക്കിതൊക്കെ വരുന്നതിൻ്റെ ലെയർ തൈകളാണ്. നമുക്ക് ചിലപ്പോൾ ഒരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1-2 കൊല്ലം കൊണ്ടൊക്കെ ഇത് കാച്ചി കിട്ടിയെന്ന് വരാം, ലെയർ ആയതുകൊണ്ട്. ഞാൻ പറയാൻ കാരണം നമുക്ക് ഇതിൻ്റെ തൊലികളൊക്കെ വീണ്ടു തുടങ്ങിയിട്ടുണ്ട്. ജപ്പോട്ടിക്കാബയുടെ മെച്യൂരിറ്റി പറയുക അതിൻ്റെ തൊലികൾ വിളുന്നതാണ്. നമ്മുടെ പേര പോലെ തന്നെ തൊലികൾ വീണ്ടു തുടങ്ങും. ഇതാണ് അതിൻ്റെ മെച്യൂരിറ്റി പറയുക. 1 കൊല്ലം 2 കൊല്ലം കൊണ്ടൊക്കെ തന്നെ മാക്സിമം കായ്ക്കാൻ പരിവുള്ള തൈകളാണ്. ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് നമുക്ക് വരിക 1000 രൂപയാണ്. ഏകദേശം 5 അടി 6 അടി വലുപ്പമുള്ള തൈകളുടെ റീറ്റെയിൽ റേറ്റ് വരിക. അടുത്തായിട്ട് നമ്മൾ കാണുന്ന 2 വരി നമ്മുടെ സ്വീറ്റ് അമ്പഴമാണ്, മധുരമുള്ള അമ്പഴം. അമ്പഴങ്ങയുടെ കാച്ചതോ അല്ലെങ്കിൽ പൂട്ടുള്ളതായിട്ടുള്ള തൈകളാണ്. മാക്സിമം ഇപ്പോൾ ഇരിക്കുന്ന തൈകളിൽ നമുക്കൊരു 50%
ഫ്ലവറോ കായോട് കൂടെ കാണാൻ സാധിക്കും.